അളിയ ഞാൻ അവളും കൂടെ ഒളിച്ചോടി. അവളെ ചേട്ടന്മാരങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ എവിടെ ഒരു കാരണവശാലും പറയരുത്. ഓക്കെ? അല്ല, അതിന് നിങ്ങൾ എവിടാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. എന്നാലും പറയലിയ, ശരിക്കും നിങ്ങൾ എവിടാ? അമ്പടെ പൊളിച്ചു എന്ത് വേണം അവർ വരുമ്പോൾ കൊറ്റി കൊടുക്കാൻ. അല്ലടാ തിണ്ടി പറയത്തില്ല. അളിയ, അവളെ തന്ത കഴിവേറിയും ചേട്ടൻ കഴിവേറിയും വന്നാൽ പോലും എന്റെ വായിന്നൊരു പുല്ലും വീഴത്തില്ല. നമുക്ക് ഞാനിന്ന് മയ്യത്താ പക്ഷേ എന്റെ പെങ്ങളും അവനോട് നമുക്ക് അവര് ഹാപ്പിയാ. ഇതെന്തിനാന്നറിയോ? കൈതിട്ടൊരു ഡയലോഗ് കളിച്ചില്ലേ, തന്ത കഴിവേറിയെന്ന്. അതെ, കട്ടിലല്ല കേട്ടോ. കട്ടിലാണെങ്കിൽ നമുക്ക് നല്ല കേൾക്കുന്നത്. ഞാൻ ഇന്നലെ ഫുള്ളി മുറിക്കാത്തായിരുന്നു. നീ എന്നെ അവിടെ കറങ്ങാൻ കൊണ്ട് ഇവിടെ കറങ്ങാൻ കൊണ്ടുപോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഈ ഫാൻ കറങ്ങുന്ന മാത്രമേ കാണുള്ളൂ. ഇറങ്ങുന്ന താമസം അപ്പം ഞാൻ ജയിലാണ്. നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുമെന്ന് വിചാരിക്കണം. സ്റ്റാറ്റസ് ഇടട്ടെ. അച്ഛനാ ലൊക്കേഷൻ കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കും. എന്റെ ദൈവമേ, ഇപ്പൊ ലൊക്കേഷനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരുമല്ലോ. എനിക്ക് വിശക്കുന്നു സ്വഭാവം ആരുത്താ. വീട്ടിൽ 11:30 വരെ കിടന്നുറങ്ങി ഉച്ചക്കലത്തെ ചോറും കഴിച്ച് വൈകിട്ട് കൂട്ടുകാരോട്ട് കറങ്ങാൻ പോയി രാത്രി കുറുക്കം വലിച്ച് കിടന്നുറങ്ങിയപ്പോഴായിരുന്നു എന്തിനീ പോലീസ് അങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയാ നീ കോടതി മൊഴിയൊന്നും മാറ്റി പറയത്തില്ലല്ലോ. അയ്യോ സോഹ, ഞാൻ ചത്താലും സോഹനെ കൈവിടൂല. ആ വാക്കിലാണ് എനിക്കൊരു സംശയം ഇരിക്കുന്നത്. ചത്താലും അയ്യോ ഒരു പട ഇപ്പം വരെ നീ ഉള്ളതെല്ലാം മാറി പറഞ്ഞ് പോകാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുമല്ലേ, അപ്പൊ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. ആ ടിവിയും കൂടെ എടുത്ത് ബാഗിൽ വെച്ചാലോ. മോളെ, നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്ത് ഈ ഫ്ലാറ്റ് മേടിച്ചല്ല, 1500 രൂപയ്ക്ക് റൂം റെന്റിന് എടുത്ത. ഹായ് ഡോറ. അയ്യോ അച്ഛാ, മാക്കാൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ യൂസ് ചെയ്ത് അച്ഛാ. ഞാൻ കേട്ട മോളെ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയെന്ന് മനസ്സിലായി. എന്നാലും ഈ ഹോട്ടൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചാ? എന്റെ മോള് ജീനിയസ് ആടാ. ഈ റൂമിന്റെ ഫോട്ടോ അവളെടുത്ത് സ്റ്റോറി ഇട്ട്. അച്ഛനിവിടെ അറവാടുണ്ടായിരുന്നല്ലേ? എടാ മണ്ട, അവളിട്ട സ്റ്റോറിയിലെ ടിഷ്യൂ പേപ്പറിലും സോപ്പിലും വരെ വെണ്ടക്കാച്ചരത്തി എഴുതിയിട്ടുണ്ട്. ഹരിശ്രീ ഹോട്ടലിൽ നിന്ന്. എന്റെ ബുദ്ധിയാടാ.